എല്ലാവർക്കും നമസ്കാരം. ഓൺ ബിഹാഫ് ഓഫ് യങ് മെൻസ് അസോസിയേഷൻ ലൈബ്രറി തേനൂർ, ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, കരിയറിലെ അവസരങ്ങൾ എന്തൊക്കെയാണ്, +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ. കാരണം കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സാഗരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സോ ആ ഒരു പ്ലാറ്റ്ഫോമാണ് കരിയർ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും, രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഇൻസൈറ്റ്, ഒരു വെളിച്ചം നൽകാൻ വേണ്ടിയിട്ടാണ് YMA ലൈബ്രറി തേനൂർ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ YMA കുറിച്ച് പറയുകയാണെങ്കിൽ തേനൂരിന്റെ അഭിമാനമാണ്, പ്രൗഡ് ഓഫ് തേനൂർ YMA എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളുടെ പാരമ്പര്യം, ഇപ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ ഉണർന്ന അല്ലെങ്കിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് YMA. സോ ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ പോലും ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ഉള്ള കിറ്റുകൾ വിതരണം ചെയ്യൽ, ഡിജിറ്റൽ സംവിധാനത്തിൽ ഇന്ന് കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ചർച്ചകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് കലയും സംസ്കാരവും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് YMA ചെയ്യുന്നത്. സോ YMA കൂട്ടായ്മയിൽ ഉടലെടുക്കുന്ന ഈ ഒരു കരിയർ പ്രോഗ്രാമും വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതിനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അതിഥി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നെഹ്റു കോളേജ് ഓഫ് മാനേജ്മെന്റ്, നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, പ്രൊഫസർ ശ്രീരഞ്ജൻ മേനോൻ. അദ്ദേഹം ഇതിനു മുൻപ് അഹല്യ കോളേജിലായിരുന്നു. സോ അവിടുന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് നമ്മുടെ ശ്രീരഞ്ജൻ സാറുമായിട്ട്. ശ്രീരഞ്ജൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ട്രെയിനിങ് മേഖലയിലുള്ള ബാംഗ്ലൂരും കേരളത്തിലുമായിട്ട് ഒരുപാട് കോളേജസിലും സ്കൂളുകളിലും ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയ ഒരു വ്യക്തിത്വമാണ്. 150ഓളം കരിയർ പ്രോഗ്രാംസ് ആണ് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയത്. അതോടൊപ്പം 1000ഓളം വ്യക്തിത്വ വികസന ക്ലാസ്സുകളും അദ്ദേഹം നയിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. ഏറ്റവും നല്ലൊരു ഓർഗനൈസർ കൂടിയാണ്. ഇപ്പൊ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹത്തിന്റെ കോർഡിനേഷനിലാണ് കോളേജുകളിൽ ഓർഗനൈസ് ചെയ്യുന്നത്. സോ കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇന്നത്തെ നമ്മുടെ വിശേഷപ്പെട്ട അതിഥി പ്രൊഫസർ ശ്രീരഞ്ജൻ മേനോൻ, അദ്ദേഹത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, ബെറ്റർ ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് യങ് മെൻസ് അസോസിയേഷൻ ലൈബ്രറി തേനൂർ. സർ പ്ലീസ്. താങ്ക് യു പ്രവീൺ. ഇപ്പോ ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ബഹുമാനപ്പെട്ട യങ് മെൻസ് അസോസിയേഷൻ തേനൂർ ഭാരവാഹികളെ, അതിന് നേതൃത്വം നൽകുന്നവരെ, സംഘാടകരെ, മിസ്റ്റർ പ്രകാശൻ സാറൊക്കെ ഞാൻ സംസാരിച്ചു. ഗുഡ് ഈവനിങ് പ്രകാശ് സർ. ആൻഡ് ഈ ഒരു അസോസിയേഷൻ ലൈബ്രറി എല്ലാ മെമ്പേഴ്സിനെയും ആദ്യമേ തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. രണ്ടാമത് എന്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ പ്രവീൺ എസ് മാധവൻ. പ്രവീൺ പറഞ്ഞതുപോലെ കുറച്ച് വർഷം നീളുന്ന ഒരു സൗഹൃദമാണ് ഇത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് പ്രവീൺ ഇസ് ദ ഹോസ്റ്റ് ആൻഡ് മോഡറേറ്റർ. താങ്ക് യു പ്രവീൺ, ആൻഡ് ഗുഡ് ഈവനിങ് ടു യു വൺസ് അഗെയിൻ. മൂന്നാമതായി അധ്യാപകരെ, സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, ഈ മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന രക്ഷിതാക്കളെ. നാലാമത്തത്, ദിസ് ഇസ് ആക്ച്വലി ഫോർ ദ സ്റ്റുഡൻസ്. അവരാണ് ഇന്നത്തെ ഹീറോ. പ്രവീൺ പറഞ്ഞു ഞാനാണ് സ്റ്റാർ എന്ന്. ഒരിക്കലുമല്ല. ഇന്നത്തെ സ്റ്റാർസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു മീറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സൂം മീറ്റ്. ഇപ്പൊ ഒരു 6 മണി 6:15 സമയം. എന്നാലും ഐ ക്യാൻ സീ മെനി പാർട്ടിസിപ്പൻസ് ഹു ഹാവ് ജോയിൻ. അത് ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവരുടെ എന്താണെന്ന് അറിയാൻ. സോ പ്രവീൺ ഇപ്പോ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. സോ ആ ഒരു ക്ലാസ് ആ ഒരു ലെവലിലാകും എന്ന് ഞാൻ പ്രതീക്ഷയോടെ തുടങ്ങിയാണ്. സോ ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. പ്രവീൺ എന്നെ പറ്റി സംസാരിച്ചു. മൈ നെയിം ഈസ് ശ്രീരഞ്ജൻ മേനൻ. ഇന്നിപ്പോ എന്നെ കുറിച്ചോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളാണ്. നല്ലൊരു കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് സെഷൻ ഒക്കെ വേണമെങ്കിൽ ഒരുപാട് മണിക്കൂർ, പ്രവീണിന് പറയാം, ഒരുപാട് മണിക്കൂർ നമുക്ക് വേണം. നമ്മുടെ കൊച്ചു അനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഇരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് ഇപ്പോ സുലഭമായി കിട്ടുന്ന അല്ലെങ്കിൽ വളരെ ഫ്രീ ആയി കിട്ടുന്ന ഒരു സംഭവമാണ് ഉപദേശം. അപ്പോ ഞാൻ നിങ്ങളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് അതിന് പോകണം ഇതിന് പോകണം എന്ന് പറയാനോ ഒന്നല്ല ഇവിടെ ഇരിക്കുന്നത്. ലൂയിസ് കരോളിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ വളരെ നല്ലൊരു സിറ്റുവേഷൻ ഉണ്ട്.
ഐ തിങ്ക് ചെസ്റ്റർ ഇസ് ദ കാറ്റ്. ആലിസ് ചെസ്റ്റർ എന്ന കാറ്റിനോട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ചോദിക്കുകയാണ് വിച്ച് വേ ഷുഡ് ഐ ഗോ ഓർ വിച്ച് റൂട്ട് ഷുഡ് ഐ ടേക്ക് എന്ന്. 2-3 വഴികളുണ്ട്. അപ്പൊ ആലിസ് ചോദിക്കുകയാണ് ഏത് വഴിയാണ് പോകേണ്ടത്. അപ്പോ ചെസ്റ്റർ ദ കാറ്റ് റിപ്ലൈസ്, എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോ ആലിസ് പറയും ഐ ഡോണ്ട് കെയർ, എവിടെയെങ്കിലും പോയാൽ മതി എന്ന്. അപ്പോ ആ ഒരു കാറ്റ് പറയുന്ന മറുപടിയാണ് ദെൻ ഏത് വഴി എടുത്താലും ഇറ്റ് ഇസ് ഓക്കെ, സിൻസ് യു ഡോണ്ട് നോ വിച്ച് വേ ടു ഗോ ഓർ വിച്ച് കരിയർ, സോ എനിത്തിങ് ഇറ്റ്സ് ഫൈൻ. ആ ഒരു ക്രോസ് റോഡ്സിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഞാനും പ്രവീണും എല്ലാവരും ഈ ഒരു സ്റ്റേജ് കടന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങളും ഞാനൊക്കെ വിചാരിക്കും പണ്ട് തൊട്ടേ ഇതെല്ലാം അറിയുമായിരുന്നു, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ശരിയല്ല. ആദ്യത്തെ ഒരു പാർട്ടിൽ ഞാനൊരു 8ഓളം മിഥ്യാധാരണകൾ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണകൾ, ഒരു മിത്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കോഴ്സുകളെ കുറിച്ചും അതിലേക്കൊക്കെ വരാം. ഓക്കെ, സോ ആദ്യം നിങ്ങൾക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു സ്ട്രെസ് ഉണ്ടാവും. കാരണം 10 വരെ നിങ്ങൾക്ക് വലിയ ചോയ്സ് ഒന്നും ഈ ഒരു വഴിക്ക് എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാം. +2 കഴിഞ്ഞ കുട്ടികൾ ഇവിടെ ഉണ്ട്. സോ 10th and +2 ഇനി എന്ത് എന്നുള്ള ചോദ്യം വരുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ആദ്യത്തെ ഒരു മെറ്റ്, ഞാനിത് പെട്ടെന്ന് തീർക്കാം. മാർക്സും കോഴ്സുകളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നിങ്ങൾ ഇപ്പോ ഫുൾ A+, എല്ലാവർക്കും നല്ല മാർക്കാണ്. ഇപ്പോ ആരും ഫെയിലിയേഴ്സ് ഒന്നും ആരും പറയാറില്ല, കാരണം എല്ലാം നല്ല നല്ല മാർക്കാണ്. അല്ലെ പ്രവീൺ, യു ഓൾ അഗ്രി? എല്ലാ കുട്ടികളുടെ മാർക്ക് ഇപ്പൊ കേട്ടാൽ A+. അതെ അതെ അതെ, നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത മാർക്കാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. സോ ആദ്യമേ തന്നെ നിങ്ങൾ മാർക്കും കോഴ്സുമായിട്ട്, ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, മാർക്കും കോഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്. കാരണം ഫുൾ A+ ഉണ്ടെങ്കിൽ സയൻസ്, കുറച്ച് A+ ഉള്ളുവെങ്കിൽ കോമേഴ്സ്, വളരെ പഠിക്കാൻ മോശമാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഇപ്പോഴാണ് ഗ്രേഡ് ആയത്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ നല്ല മാർക്ക് ആണെങ്കിൽ നിങ്ങൾ സയൻസ് തന്നെ എടുക്കണം, അല്ലെ? യെസ് ഓ നോ? ഞാൻ പറഞ്ഞത് നല്ല മാർക്കാണെങ്കിൽ സയൻസ് ഗ്രൂപ്പ് തന്നെ എടുക്കണം, വേറൊരു ചോയ്സ് ഇല്ല. കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ കോമേഴ്സ്, മൂന്നാമതാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അതായത് നല്ല മാർക്ക് കിട്ടിയ കുട്ടി സയൻസേ പഠിക്കാൻ പറ്റൂ, കോമേഴ്സ് പാടില്ല, ഹ്യൂമാനിറ്റീസ് പാടില്ല. നിങ്ങൾക്ക് അറിയാം, 10 കഴിഞ്ഞ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഈ ലോകം തന്നെ ഇന്നും മൊത്തം ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം ആണെങ്കിൽ ഗെയിമറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പേരും പെരുമയും എല്ലാം, മണി, എവറിഥിങ് യു ക്യാൻ ഗെയിൻ. സോ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ദേർ. സോ ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻസിനെ കുറിച്ച് വിചാരിക്കേണ്ട. ഏത് സ്റ്റേജ് നിങ്ങൾ എടുത്താലും, ഏത് സ്ട്രീം നിങ്ങൾ എടുത്താലും, യു ക്യാൻ റിയലി ബിക്കം ഗ്രേറ്റ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആദ്യമേ പറയട്ടെ. സോ മാർക്സ് ആൻഡ് കോഴ്സ് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഫുൾ A+ കിട്ടിയ സയൻസ് വേണം അങ്ങനെയൊന്നുമില്ല. ഫുൾ A+ കിട്ടിയ എത്ര കുട്ടികൾ കോമേഴ്സ് എടുക്കാറുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഹിസ്റ്ററിയാണ്, ജോഗ്രഫിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കോമേഴ്സിൽ അക്കൗണ്ടിംഗ് ആണ്, ബിസിനസ് സ്റ്റഡീസ് ആണ്. വൈ ഡോണ്ട് യു ചൂസ് ഇറ്റ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇസ് ഇറ്റ് ഓക്കെ? രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് രക്ഷിതാക്കളോട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളും ഐ ഹോപ്പ് യു വിൽ അഗ്രി വിത്ത് മീ. See, the parents have a feeling that the new gen kids have everything very easy nowadays. അവർക്ക് എല്ലാം സുഖമാണ്, എല്ലാം പറയാറുണ്ട് പഴയ തലമുറ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഈസി അല്ലേ? ന്യൂ ജനറേഷൻ വിരൽ തുമ്പിൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും, ഗൂഗിൾ ഉണ്ട്, അതുണ്ട്, എവറിത്തിങ് ഇസ് സിമ്പിൾ. ഇറ്റ് ഇസ് നോട്ട് സോ. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പഠിച്ചതിനെക്കാട്ടിലും വളരെ വളരെ കഷ്ടമാണ്, കോംപ്ലക്സ് ആണ് കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചൊരു ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സൂം മീറ്റ് ഉള്ളതുകൊണ്ടൊന്നും ലൈഫ് ഈസി ആവുന്നില്ല. ഇറ്റ് ഇസ് ആക്ച്വലി ടഫ്. പണ്ടത്തെ ഒരു തലമുറ അറ്റൻഡ് ചെയ്ത ഒരു എക്സാമിന്റെ ഒരു ലെവലും ഇപ്പോഴത്തെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ലെവലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. You are, it is absolutely okay. 100 from Aisha B. Okay, thank you. I think 100% ആണോ അതോ I agree ആണോ അറിയില്ല. But anyway, I did comment. Thank you so much. So don't have a feeling that nowadays the kids are having very very easy job, coaching under Byju's under app under other. They are having much complex work. My dear friends, we are living in a world which is VUCA. ഇത് നിങ്ങൾ അറിയാൻ പറയാണ്. You might all know it. It's volatile, it is uncertain, it is complex, and it is very very ambiguous. വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞൊരു സംഭവമാണ്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. You all agree. VUCA world, absolutely, that's right. It's a VUCA world. Volatility, uncertainty, complexity and ambiguity. So ഈ ഒരു നിലയ്ക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ the parents should actually support the students. You will all do, everyone, we are all there. Teachers are there to support. We should actually let it be easy for the kids. അല്ലാതെ അവരെ ഒരുപാട് പ്രഷർ ചെയ്യാൻ നിൽക്കരുത്. കാരണം എല്ലാം ഈസിയാണോ അല്ല. ഇപ്പോഴത്തെ ഓരോ കുട്ടികൾ 5-6 മണിക്കൂറൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു നെറ്റ്വർക്ക് ഇല്ലാത്ത ഈ ഒരു സമയത്ത് പല പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയുന്ന ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കണ്ണ്, തല, ചെവി, മൂക്ക് എല്ലാ സ്ഥലത്തും
Praveen will agree. Everyone is having a tough job. So that is myth number 2. It is not easy, it is tough. So adinanusariche aa oru directionum focusum venam. That is second one. See, ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾ agree ചെയ്യണമെന്നൊന്നുമില്ല. You can, I'm just telling, if something is useful, you can take it. The third point is, പലരും പറയും ഹാർഡ് വർക്ക് ചെയ്യാൻ. ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആവാം. I find it as a myth. നിങ്ങൾക്കിപ്പോ ഒരു 10 കിലോമീറ്റർ സഞ്ചരിക്കണം. അത് നിങ്ങളിപ്പോ കാറിലാവാം, ബൈക്കിലാവാം, ഫെറാറിയിലാവാം, എങ്ങനെയാവാം. You can reach in different times. നമ്മൾ ഈ റോക്കിംഗ് ഹോഴ്സ് കണ്ടിട്ടില്ലേ, ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ആടിക്കൊണ്ടിരിക്കുന്ന കുതിര. സോ നമ്മൾ അതിന്റെ മുകളിൽ കയറിയിട്ട് യു ആർ വർക്കിംഗ് റിയലി ഹാർഡ്. എന്നിട്ട് നിങ്ങൾ ആടിക്കൊണ്ട് ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ല എങ്ങനെ കളിക്കുന്നതിൽ. സോ അതുപോലെ യു ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം, യു ആർ പുട്ടിങ് ലോട്ട് ഓഫ് എഫേർട്ട്. ഹാർഡ് വർക്ക് ആണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വേർക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? where will you reach? nowhere. തുടങ്ങി അതേ സ്ഥലത്ത് നിന്നിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ ഹാർഡ് വർക്കിനെക്കാട്ടും ഡയറക്ഷൻ ഓർ ഫോക്കസ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, മേ ബി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആവാം, ജാനിറ്റർ സ്റ്റാഫ് ആവാം, സെക്യൂരിറ്റി ലെവൽ, അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അവരാണോ ഹൈലി പെയ്ഡ്? forget payment. I'm talking about, എല്ലാത്തിനും അതിന്റേതായ വാല്യൂ ഉണ്ട്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇത് വളരെ രസകരമായ ഒരു കഥയാണ്. ഐ ടേക്ക് ഫ്യൂ സെക്കൻഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും. ജോൺ എഫ് കെനഡി ഒരിക്കൽ നാസ, നമ്മളെ പോലെ പ്രവീണിനെ എന്നെ പോലുള്ള ട്രെയിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഇത് നടന്നതാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ നോക്കാനുള്ള സോഴ്സ് ഒന്നും എനിവേ ഇല്ല. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ട്രൂ. ജോൺ എഫ് കെനഡി ഒരിക്കൽ നാസ വിസിറ്റ് ചെയ്തപ്പോൾ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഏജൻസി, സ്പേസ് ഏജൻസി, അവിടെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട്, ജാനിറ്റർ ഉണ്ട്, ഒരു അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. സോ ഈ പ്രസിഡന്റ് പോയിട്ട് അയാളോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്, എന്തൊക്കെയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഈ ജാനിറ്റർ പറഞ്ഞൊരു മറുപടി വളരെ രസകരമാണ്. Janitor പറഞ്ഞു, my name is Steve Rose or something like that, and he said, what do you do? എന്നാണ് പ്രസിഡന്റ് ചോദിച്ചത്. So this guy said, Mr. President, I am helping to put a man on the moon. ഞാൻ അടിച്ചു വരുന്നു എന്നല്ല അയാൾ പറഞ്ഞത്, ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ടീമിനെ. കാരണം എന്റെ ടീം എന്താണെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് നാസ വാസ് ട്രൈങ് ടു പുട്ട് എ മാൻ ഓൺ ദ മൂൺ. USSRും സ്പേസ് റേസും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്. ഹൗ ഡു യു ടേക്ക് ഇറ്റ്? ഏതൊരു ജോലിയാണെങ്കിലും ചെറുത് വലുത് അത് ഇതൊന്നുമല്ല. സോ നിങ്ങൾ ഒരു ശില്പം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വെറുതെ കല്ലുകൊത്തുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ വാട്ട് ഈസ് ദി, എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്, നിങ്ങൾക്കറിയാം. സോ എനി ജോബ് യു ടേക്ക്, യു ഷുഡ് ജസ്റ്റ് ലവ് ഇറ്റ്, യു ഷുഡ് ബി ഗുഡ് അറ്റ് ഇറ്റ്, ആൻഡ് ദാറ്റ് ഷുഡ് പേ യു വെൽ. മണി ഈസ് ഇമ്പോർട്ടന്റ്. അല്ലാതെ വെറുതെ നമുക്ക് പൈസ കാര്യമില്ല, പാഷൻ പിറകെ എന്ന് പറയുന്നതിലും ഐ ഡോണ്ട് എഗ്രി കംപ്ലീറ്റ്ലി. ബട്ട് എനിവേസ് യു ഷുഡ് ഏൺ റീസണബിൾ എമൗണ്ട്. ദാറ്റ്സ് ഓൾ. അത് 5000 ആവാം, 10000 ആവാം, 25000 ആവാം, 1 ലക്ഷം ആവാം, 2 ലക്ഷം ആവാം. സോ ഓരോന്നും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെക്കാട്ടും ശമ്പളം കൂടുതൽ വാങ്ങിയിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ലെറ്റ് മീ ടെൽ യു, 10000 രൂപയ്ക്കും മനസമാധാനത്തോടെ, വിത്ത് പീസ് ഓഫ് മൈൻഡ്, ഇഫ് യു ക്യാൻ സ്ലീപ് doing things and you're happy, that is what career is all about. Getting a job, my dear friends, is very simple. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ. ബട്ട് വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് കരിയർ. ഇപ്പോ മിസ്റ്റർ പ്രകാശ് ആയാലും പ്രവീൺ ആയാലും നമ്മളോടൊക്കെ സംസാരിച്ചപ്പോൾ വി വർ ടോക്കിംഗ് അബൌട്ട് ദിസ് കരിയർ ഗൈഡൻസ്. കരിയറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എന്നാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഒരു ജോലി കിട്ടാത്ത ആരുമില്ല. യെസ് ഓർ നോ? സോ യു വിൽ ഗെറ്റ് എ ജോബ്. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദ fundamental thing is, do you have 3 things which is required? ഇത് ജോബ് ആയാലും കരിയർ ആയാലും ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. 1 ആറ്റിറ്റ്യൂഡ്, 2 സ്കിൽസ്, 3 നോളജ്. ഓക്കെ, സോ ബിൽഡ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് നോളജ്. ASK. എനി കരിയർ യു ടേക്ക്, എനി കോഴ്സ് യു ടേക്ക്, അതിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് ആയാലും നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ന്യൂജൻ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. കുറേ ന്യൂജൻ കോഴ്സുകൾ വന്നിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ഇക്കോ ടെക്നോളജി, data scientist, data analyst, it goes on. So ഏതായാലും 3 കാര്യങ്ങളാണ് വേണ്ടത്: ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് നോളജ്. which brings me to my third myth. I tell you, ഇപ്പൊ ഏതാണ് കൂൾ, ട്രെൻഡി ആയിട്ടുള്ള കോഴ്സ്? when everybody is doing something, that becomes cool and the generation will follow. I hope Praveen also agrees to me, saying that ippate trend anusarichittana alle Praveen. It is all like, which is the latest course, new gen course, trendy course, cool course. Adinte pinnale paayana, maybe data scientist, ethical hacking, parayam. Idonnu പുതുതായിട്ട് പറയുന്നു. Okay, fine. So ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പുതിയൊരു കോഴ്സ്, വളരെ ട്രെൻഡി ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള കോഴ്സിലേക്ക് പോവുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. That is seen to be as cool. ബട്ട് ശരിക്കും അതാണോ?
ആരും ചൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, നിങ്ങൾ ഇതിലാണ് ഫിറ്റ് ആവുന്നത്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് യു ലവ്. ഇത് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ അല്ലെങ്കിൽ സാലറി കിട്ടുകയും ചെയ്യും. സോ അത് സെലക്ട് ചെയ്താൽ വാട്ട് ഡസ് മാറ്റർ? ഇസ് ഇൻ ദാറ്റ് കൂൾ? സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ട്രെൻഡ്സ്, ഡോണ്ട് ഗോ ബിഹൈൻഡ് പിയർ പ്രഷർ. അവൻ ആ കോഴ്സ് ജോയിൻ ചെയ്തു, ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യാണ്. സോ ഏതാണ് ട്രെൻഡ്, ഏതാണ് ലേറ്റസ്റ്റ് ജോബ്സ്, കാര്യങ്ങളൊക്കെ കീപ്സ് ഓൺ ചേഞ്ചിങ്. ഇപ്പോ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രവീൺ പറഞ്ഞോണ്ട് ഞാൻ കുറച്ചും കൂടെ മലയാളത്തിൽ പറയാം. സോ 5 വർഷം മുമ്പ് നിങ്ങളിപ്പോ ഈ കാണുന്ന ജോലിയൊന്നും ഇത്ര വലിയ കൂളും ട്രെൻഡിയൊന്നും ആയിരുന്നു. 10 വർഷം മുമ്പ് എടുത്താൽ ഇന്ന് കാണുന്ന പല ജോലിയും ഇല്ല. 15 വർഷം മുമ്പ് എടുത്ത ഈ കാണുന്ന അധിക ജോലിയും കരിയറും ഒന്നുമില്ല. സോ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൂക്ക, വോളറ്റൈൽ, അൺസർട്ടൻ, കോംപ്ലെക്സ് ആൻഡ് ആംബിഗ്വസ്. സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ട്രെൻഡ്സ്, ഡോണ്ട് ഗോ ബിഹൈൻഡ് കൂൾ എന്നുള്ളത്. ആരും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ദാറ്റ് ഈസ് ആക്ച്വലി കൂൾ. ഞാനിത് പറയാൻ കാരണം, ഇതിപ്പോ ഞാനും പ്രവീണും ഒക്കെ ആക്ച്വലി ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം ഇതാണ്. അധ്യാപക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ട്രെയിനിങ്, കോച്ചിങ് ഇതിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഒരു ഐഡിയൽസ് ഉണ്ടാവും. കാരണം കോർപ്പറേറ്റ്, ഇൻഡസ്ട്രി, വർക്കിംഗ്, സാലറി, സ്റ്റാർട്ടപ്സ്, ബിസിനസ്, ഓൺട്രപ്രീനർ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും ഒരു അധ്യാപകനാവുക എന്നുള്ളത് ആരും സെലക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. അധികം ആരും. ഇറ്റ് ഇസ് ഗ്രേറ്റ്. സോ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ്, MBA, UGC നെറ്റ്, അത് കഴിഞ്ഞ് അധ്യാപനം, ടീച്ചിങ്ങിലേക്ക് തിരിയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ സെഡ് ഇറ്റ്സ് എ ബാഡ് ചോയ്സ് ശ്രീരഞ്ജൻ, യു ഷുഡ് ബി ഇൻ കോർപ്പറേറ്റ് എന്നുള്ളത്. ബട്ട് എനിക്കിഷ്ടമായിരുന്നു ഇത്. ടീച്ചിങ് ആയാലും ട്രെയിനിങ് ആയാലും അധ്യാപക വൃത്തിയായാലും തരക്കേടില്ലാതെ ചെയ്യാൻ അറിയാം എന്നതാണ് വിശ്വാസം. ബാക്കി പറയേണ്ട ഒരേ ഒരു ആൾക്കാരാണ് എന്റെ സ്റ്റുഡൻസ്. സോ അവരാണ് പറയേണ്ടത് നല്ലൊരു അധ്യാപകനാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഒരു 10 കൊല്ലത്തോളമായി ഞാൻ പഠിപ്പിക്കുന്നു. MBA കുട്ടികളാണ് ഞാൻ ആക്ച്വലി പഠിപ്പിക്കുന്നത്. സോ ആസ് ഐ സെഡ്, ട്രെൻഡി കോഴ്സ് അതിന്റെ പിന്നാലെ പായാൻ നിൽക്കരുത്. ടീച്ചിങ് എന്ന് പറയുന്നത് എത്രയോ കാലം കൊണ്ടുള്ള കോഴ്സാണ്. സോ നിങ്ങൾ പലർക്കും ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കി അതിലേക്ക് ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസത്തിൽ നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് വിചാരിക്കും. അത് വളരെ കുറവാണ്. 8 മണിക്കൂർ അല്ല, അതിനേക്കാട്ടിലും ഇൻപുട്ട് ഇടേണ്ടി വരും. ഇപ്പൊ ഓരോ തൊഴിലിലും 10, 11, 12, കോർപ്പറേറ്റിലൊക്കെയാണ് 16 മണിക്കൂറൊക്കെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 8 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. 5 ദിവസമേ നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ശനിയാഴ്ച, ഞായറാഴ്ച നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. 5 ദിവസം മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യൂ. സോ 8 × 5 ഇറ്റ് ഇസ് 40 hours പെർ വീക്ക്. ഒരാഴ്ചയിൽ 40 മിനിമം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കൊല്ലത്തിൽ 52.14 ആഴ്ചകളൊക്കെയാണുള്ളത്. പക്ഷെ 2 ആഴ്ച നിങ്ങൾ എല്ലാ വർഷവും വെക്കേഷൻ എടുക്കാന്ന് വിചാരിക്കും. 2 ആഴ്ച. സോ എത്രയായിരിക്കും? 50 ആഴ്ചകളാണ് ഒരു കൊല്ലത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. 50 weeks ബേസിക്കലി. സോ 50 × 40 2000 മണിക്കൂർ. 2000 മണിക്കൂറാണ് ഒരു കൊല്ലത്തിൽ നിങ്ങൾ മിനിമം വർക്ക് ചെയ്യുക. ഓക്കെ, ഇതുവരെ കേട്ടല്ലോ. 1000 മണിക്കൂർ നിങ്ങൾ എത്ര കൊല്ലാണോ വർക്ക് ചെയ്യുന്നത്, അതിപ്പോ 30 ആവാം, 40 ആവാം, 45 കൊല്ലം ഒരു കരിയർ എടുത്താൽ 45 × 2. Yeah, thank you so much, madam. Thank you. 45 × 2 എടുത്താൽ it is 90,000 hours. 90,000 hours. ഞാനിത് പറയാനുള്ള ഒരു കാരണം, പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാനിപ്പോ ഈ ചോദ്യങ്ങൾ ഇവിടെയും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം സാർ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, പെട്ടെന്ന് ജോലി കിട്ടാനുള്ള കോഴ്സ് എന്തൊക്കെയാണ്, പെട്ടെന്ന് ശമ്പളം കൂടുതൽ വാങ്ങാനുള്ള കോഴ്സ് എന്തൊക്കെയാണ്, പെട്ടെന്ന് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന കോഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കുന്ന കൊള്ളാം, ഇറ്റ് ഇസ് ഗുഡ്. ബട്ട് തിങ്ക് ലോങ് ടേം. കാരണം 90,000 hours ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, പെട്ടെന്ന് ഇപ്പൊ കയറുന്ന ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് ലോങ് ടേം. അതുകൊണ്ടാണ് കരിയർ എന്ന് പറയുന്നത്. ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് മാറിക്കൊണ്ടേയിരിക്കും. സോ 90,000 hours, ജസ്റ്റ് ഇമാജിൻ. ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, സയൻസ് ആണെങ്കിലും ഇതായിരുന്നു. അവസാനത്തെ ഒരു മെറ്റ് ഇത് കഴിഞ്ഞിട്ട് ഐ ഷെയർ മൈ സ്ക്രീൻ ആൻഡ് ഐ ഷോ യു സം കോഴ്സസ് ദാറ്റ് ഇസ് ബെറ്റർ. ഓക്കെ, നല്ലൊരു ഷെഫാണ് നിങ്ങൾ, ഉടൻ തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നത് എഗെയിൻ ഇറ്റ് ഇസ് എ മിത്ത്. ശരിയല്ല. കാരണം ഒരു റെസ്റ്റോറന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സദാസമയം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾക്ക് പാചകം ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടമെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങാം എന്ന രീതിയിലേക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്ത പോകരുത്. കാരണം അതൊരു നാരോ മൈൻഡഡ് വ്യൂ ആണ്. ഒരു റെസ്റ്റോറന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പാചകം മാത്രമാണോ ചെയ്യുക? അല്ല, നിങ്ങൾക്ക് ഗവൺമെന്റ്, മുനിസിപ്പാലിറ്റി, കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടി വരും. നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവിടെ ഇല്ല. ക്യാഷ് കളക്ട് ചെയ്യേണ്ടി വരും, ആൾക്കാരെ മേക്കേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നൊരാൾ വരില്ല, നാളെ മറ്റൊരാൾ വരില്ല, അതൊക്കെ ഡീൽ ചെയ്യേണ്ടി വരും. ദർ ആർ ഇഷ്യൂസ് വിത്ത് ദി മുനിസിപ്പാലിറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ
ഈ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ ഇറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, ഏതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാലും അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് ഇപ്പോ ചേർന്ന ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ നടത്തിക്കൊണ്ടിരിക്കും, ഇപ്പൊ നിങ്ങൾക്ക് ട്രെയിനർ ആവാനാണ് ആഗ്രഹം, യു കൻ ആസ്ക് ദ ട്രെയിനേഴ്സ് ഹു ആർ ഡൂയിങ് റൈറ്റ് നൗ, പ്രവീണിനെ പോലെയുള്ള ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു മോണിറ്ററി ആസ്പെക്ട്, എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ. ഇന്റർവ്യൂ മെത്തേഡ് ദാറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യ ഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്, ചില മിത്ത് എന്നുള്ള രീതി. ഓക്കെ, സോ ഇനി 10 കഴിഞ്ഞു, ഇനി എന്ത് വേണം എന്നുള്ള കുട്ടികൾക്ക്. അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കുറെ വിദ്യാർത്ഥികളുണ്ട്, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ഉത്തരങ്ങൾ തന്നെയാണ്, വലിയ റെയർ ആയിട്ട് ആരും പറഞ്ഞില്ല. ബട്ട് ഫാർമർ, മേ ബി സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, അംബാസിഡർ, ഉത്തരം ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ദാറ്റ്സ് ബേസിക്കലി ദ തിങ്സ്. എല്ലാവരോടും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വരുന്ന ഉത്തരങ്ങൾ ഇത് തന്നെയാണ്. ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. ബാങ്ക് എംപ്ലോയി, അത്രയല്ലേ ഉള്ളൂ. Now let me just share my screen. ഞാൻ ഇവിടെ ഒരു പവർ പോയിന്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു പവർ പോയിന്റിൽ ഇങ്ങനെ കുറെ ഡേറ്റ, അതൊന്നും നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആവില്ല അല്ലെങ്കിൽ യൂസ്ഫുൾ ആവും. ബേസിക്കലി ഈ കാര്യങ്ങളെല്ലാം കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും നിങ്ങളുടെ ബോർഡായാലും ഇതെല്ലാം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. ദിസ് ഇസ് ഫ്രം ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ. ഇത് അവർക്കുള്ള, അവരുടെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള, അവർ ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു ഹാൻഡ് ബുക്ക് ആണ്. ഇതെല്ലാം ഫ്രീലി ഓൺലൈനിൽ അവൈലബിളും ആണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാരണം, നിങ്ങൾ എത്രമാത്രം കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്താലും ശരി, എത്ര സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും, ഇതിലുള്ള എല്ലാ കോഴ്സുകളും, ഞാൻ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതില് ആരൊക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറെ ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞു, നിങ്ങൾ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു, വളരെ നല്ലതാണ്. സൈക്കോളജിസ്റ്റ് ആവാം, ഫാർമർ ആവാം, അംബാസിഡർ ആവാം, വൈ നോട്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈവൻ യു ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ്, അല്ലെ? സോ നിങ്ങൾ ഹൈ കമ്മീഷണേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, അംബാസിഡേഴ്സ്, പല രാജ്യങ്ങളിലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അവിടെ എല്ലാം മാനേജ് ചെയ്യുന്ന ലെജൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ യു ക്യാൻ ബിക്കം എനിത്തിങ് ദാറ്റ് യു വാണ്ട്, ബി എ ഗുഡ് വൺ, ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദിസ്. സോ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ആക്ച്വറിയൽ സയൻസ്, അഗ്രികൾച്ചർ, ആർക്കിയോളജി, ഏവിയേഷൻ, ബാങ്കിങ്, ബയോ ഇൻഫോർമാറ്റിക്സ്. പ്രവീൺ, ഈ പേജ് മാറുന്നുണ്ടല്ലോ അല്ലെ? യു ക്യാൻ സീ ദിസ്, ഐ ഗെസ്. യെസ്, മാറുന്നുണ്ട്. ജസ്റ്റ് ടു കൺഫേം. ഷുവർ. ഏവിയേഷൻ, ബാങ്കിങ്, ബയോ ഇൻഫോർമാറ്റിക്സ്. സോ ഈ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും നിങ്ങൾ ആരാവണം എന്ന് ചോദിച്ചാൽ എഞ്ചിനീയർ, ഡോക്ടർ, IAS, IPS, സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം സാധാരണ വരാറുണ്ട്. സോ ഒരുപാട് കോഴ്സും ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുണ്ട്. ഓക്കെ പ്രവീൺ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. യെസ്, ഐ ക്യാൻ. ഇതിൽ ഓരോന്നിലും നിങ്ങൾ നോക്കുക. ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ മെത്തേഡ്. ഇതിൽ ഇങ്ങനെ ഈ ഒരു ഡോക്യുമെന്റ് കേരള സർക്കാർ നിങ്ങളെ സഹായിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഇതിനാണ്. ബേസിക്കലി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് അതിന്റെ കണ്ടന്റ്സ്. ഒരു കോഴ്സ് എടുക്കുമ്പോൾ 10 കഴിഞ്ഞാലും 12 കഴിഞ്ഞാലും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കും ഫോറൻസിക് സയൻസ് വളരെ കൂളാണ്, ഞാൻ ടൊവിനോന്റെ സിനിമ കണ്ടു, സോ ഫോറൻസിക് സയൻസ് ഇസ് ഗുഡ്. ഇനിയിപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഞ്ഞാലി മരക്കാറ് കഴിഞ്ഞാൽ ഇനിയിപ്പോ വെസൽ നാവിഗേറ്ററും ഷിപ്പും മെർച്ചൻസ് അതിലൊക്കെയാണ് ഇങ്ങനെ കൂടേണ്ടത്. സോ ഈ കോഴ്സും സിനിമകളും കണ്ടിട്ട് നിങ്ങൾ അത് വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വേൾഡ് ആയിരിക്കില്ല ഇവിടെ. പലരും എഞ്ചിനീയറിംഗും ഇതും എടുക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എടുക്കുന്ന ഓരോ കോഴ്സുകളിലും കണ്ടന്റ്, സിലബസ്, എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നും കൂടെ നോക്കി. Is it okay? Can I have some yes from students? Does it make sense? Yes. സോ പഠിക്കുന്ന കോഴ്സിൽ എന്താണ് പഠിക്കുന്നതെന്ന് ദയവ് ചെയ്ത് അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോഴ്സ് ആയാലും ശരി. സോ ആക്ച്വറൽ സയൻസ് എടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ എക്കണോമിക്സ്, ബിസിനസ് അവയർനെസ്, ലൈഫ് ഇൻഷുറൻസ്, അതിന്റെ എലിജിബിലിറ്റി, സ്കോർ എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് വർക്ക്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 300-200 പേജുള്ള ഡോക്യുമെന്റിൽ കേരള സർക്കാർ തന്നെ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഓരോ കോഴ്സിനെ കുറിച്ചും. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഗൈഡൻസ് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തലമുറ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ തലമുറ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് ഈ ഒരു തലമുറയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ആർ റിയലി റിയലി ഹൈ. എക്സ്പോഷറും അതുപോലെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് എ ക്ലട്ടർ, അത്രയേ ഉള്ളൂ. ഇപ്പോ കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്
KDAT എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചികൾ എന്താണ് എന്നറിയാനായിട്ടുള്ള എക്സാംസും സൈക്കോമെട്രിക് ടെസ്റ്റ്, അതുപോലെ തന്നെ കരിയർ മാപ്പിംഗ്, ഇതുപോലെയുള്ള സയന്റിഫിക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രവീൺ വിൽ help you for that, or even the institution where I work, Nehru Group of Institutions, നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്ക് പ്രവീണിലൂടെ എന്നെ സമീപിക്കാം. നിങ്ങളത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ കൗൺസിലിംഗ് ഇതും ചെയ്തു തരുന്നതാണ്. if what you require, അല്ലെങ്കിൽ ഫോൺ നമ്പർ യു ക്യാൻ ടേക്ക് ഇറ്റ്. 10th കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാം, +2 കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ 10th കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി +2 അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനായിരിക്കും പോകുന്നത്. അല്ല 10 കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലി എന്നാണെങ്കിൽ, ഒന്ന് നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ജോബ്സ് PSC ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും, PSC ഗവൺമെന്റ് ജോബ്സിന് ഒരുപാട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് 10th കഴിഞ്ഞ് 12th കഴിഞ്ഞ് UG കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് ആൾക്കാർ PSC എഴുതുന്നുണ്ട്. സോ 10th കഴിഞ്ഞ് ഡയറക്ട്ലി ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ആസ് ആൻ ഓപ്ഷൻ, ദാറ്റ്സ് ഓൾ. ഇതെന്നെ ചെയ്തോളണമെന്നല്ല. അധിക പേരും +2-നാണ് പോവുക. +2-ന് പോകുമ്പോൾ നിങ്ങൾക്ക് സയൻസ്, കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതല്ലെങ്കിൽ VHSC എന്നുള്ളതാണ് നിങ്ങൾക്കൊരു സംഭവം. ITI ഉണ്ട്, പോളിടെക്നിക്, ആ കാര്യങ്ങൾ എല്ലാം യു വിൽ ഡെഫിനറ്റ്ലി നോ. ഫോർ ദ 10th സ്റ്റുഡൻസ്, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പെർഫെക്റ്റ്. സോ 10 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് എന്നുള്ളതിന്റെ ഈ ഒരു നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ജസ്റ്റ് സെയിം hscap.kerala.gov.in, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറി അഡ്മിഷൻസിലേക്കുള്ള. സോ ഇത് നിങ്ങൾ എടുക്കുക. ഇതിൽ തന്നെ കോഴ്സ് ലിസ്റ്റ് എന്ന് കാണാം. ഇവിടെ ഏതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ 10th കഴിഞ്ഞാൽ സയൻസിൽ ഇഷ്ടം പോലെ കോമ്പിനേഷൻസ്, 46 കോമ്പിനേഷൻസ് ആണുള്ളത്. സോ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് എന്ന് തുടങ്ങി ആദ്യത്തെ 9 എണ്ണം സയൻസിന്റെ ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ്, ആർട്സിലേക്ക് പോകും. അത് കഴിഞ്ഞ് കോമ്പിനേഷൻസ് ഇറ്റ് ഗോസ് ടു ഡിഫറെന്റ് സോഷ്യോളജി, സോഷ്യൽ വർക്ക്. ഇവിടെ നമ്മളൊരു ഉത്തരം കണ്ടു. അതുപോലെ തന്നെ ഇറ്റ് ഗോസ് ഓൺ എന്നുള്ളത് 46 കോമ്പിനേഷൻ. സോ 10 കഴിഞ്ഞ കുട്ടി +2-ൽ ഏത് ചൂസ് ചെയ്യണം? ഞാൻ നേരത്തെ ആ മിത്തിൽ പറഞ്ഞതാണ്, മാർക്ക് കൂടുതൽ ഫുൾ A+ ആയതുകൊണ്ട് മാത്രം സയൻസ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ വളരെ ഇഷ്ടം എന്താ ഈ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി ആണെങ്കിൽ ബൈ നോ. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ സയൻസിൽ നിന്ന് കോമേഴ്സിലേക്കോ സയൻസിൽ നിന്ന് ആർട്സിലേക്കോ ഒക്കെ മാറാം. പക്ഷേ കോമേഴ്സും ആർട്സും ആണെങ്കിൽ ഒരിക്കലും പറ്റില്ല എന്നല്ല, നിങ്ങൾ പിന്നെ തിരിച്ച് നടക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? സോ സയൻസ് കോഴ്സ്, നമ്മളൊക്കെ സയൻസ് എടുത്ത ആൾക്കാരാണ്. ഐ തിങ്ക് പ്രവീൺ ഓൾസോ സയൻസ് ടൈം, ആൻഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് സയൻസിലുള്ളത്. എന്ന് വെച്ച് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഈ പൊളിറ്റിക്കൽ സയൻസും ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ ഐ ടോൾഡ് യു ദിസ് പോയിന്റ്, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടത് എന്താണോ അത് പഠിക്കുക. സോ ദാറ്റ് ഇസ് വൺ. സോ 10th കഴിഞ്ഞ കുട്ടികൾ മോസ്റ്റ് ഓഫ് യു വിൽ ബി ചൂസിങ് +2. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പെട്ടെന്ന് ചെറിയ ചെറിയ ഡിപ്ലോമകളുണ്ട്, ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. സ്കൂൾ ലിസ്റ്റ്, അടുത്തൊരു ചോദ്യം വരിക, സാർ എന്റെ സ്കൂൾ ഇതാണ്, അതിൽ ഏത് കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക, അതെല്ലാം സ്കൂളായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കിട്ടും. സോ പ്ലീസ് സി, ഇതിൽ കോഴ്സ് കോഡ് ആയാലും സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഈ ഒരു ഒറ്റ പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, സ്കൂൾ ലിസ്റ്റ് ആൻഡ് കോഴ്സ് ലിസ്റ്റ്. അതുപോലെ തന്നെയാണ് വേറൊരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കേണ്ടത്, ഓൺ VHSC CAP, ദ സെയിം തിങ്. ഇത് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. VHS CAP. Okay, it is coming. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അഗെയിൻ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ തന്നെ എല്ലാ ഇൻഫർമേഷനും നെറ്റിലുണ്ട്. സോ ഒരു നല്ല ടീച്ചർക്ക് എവിടെ നോക്കണം, എന്തൊക്കെ ഏത് ദിശയിലേക്ക് നോക്കണം എന്ന് പറയാം. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് കാണണം എന്ന് പറയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വി ക്യാൻ ടെൽ യു വേർ ടു സീ, വി കനോട്ട് ടെൽ യു വാട്ട് യു ഷുഡ് സീ എന്നുള്ളത്. ദാറ്റ് ഈസ് അപ് ടു യു. സോ ഈ കോഴ്സ് ലിസ്റ്റ് ഇത് നോക്കിയാൽ ഒരുപാട് കോഴ്സ്, നിങ്ങൾ ഈ പറഞ്ഞതൊന്നുമല്ലാതെ ഇഷ്ടം പോലെ സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ, ഫാബ്രിക് ചെക്കർ, കേൾവി പോലും ഇല്ലാത്ത പലതരം കോഴ്സുകൾ. ഓക്കെ, സോ അതെന്തൊക്കെയാണ്, അതിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. സോ ഈ VHSC പറഞ്ഞു, ഈ 2 സൈറ്റും 2 പോയിന്റ്സും ക്ലിയർ ആണ്. HS CAP, VHSC CAP. നിങ്ങളൊന്ന് കോഴ്സ് ലിസ്റ്റ് നോക്കുക, സ്കൂൾ ലിസ്റ്റ് നോക്കുക. Is it okay? Can I have some yeses from people? Yes. Great. അടുത്തൊരു സംഭവം, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രവീൺ പറഞ്ഞു 12ാം ക്ലാസ് കഴിഞ്ഞു, പെട്ടെന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണ് തിരിയാൻ പറ്റുക. നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമാണ്,
ഞാൻ ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. ഞാൻ ട്രെൻഡ്സിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്നാലും ഭാവിയിൽ വരാൻ പോകുന്ന സാധ്യതകളുള്ള കോഴ്സ് വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ സൈറ്റ് ആണിത്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒത്തന്റിക് ആയിട്ടുള്ള ഓൺലൈനിൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്ന സൈറ്റുകളാണ്, അല്ലാതെ വെറുതെ ഒരു പ്രസന്റേഷൻ അല്ല. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്, പലതരത്തിലുള്ള റിപ്പോർട്ട് ഇതിൽ വരാറുണ്ട്. വേൾഡ് എക്കോണമിക് ഫോറം, അതായത് ഭാവിയിലുള്ള ജോലികളെ കുറിച്ചും ഇപ്പോ ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്കോണമി എന്നുള്ള സകല ഡീറ്റെയിൽസും വേൾഡ് എക്കോണമിക് ഫോറത്തിൽ ഉണ്ടാവും. എനിക്കറിയാം പല കുട്ടികൾക്കും ഇതൊക്കെ സാർ ഇതൊക്കെ താങ്ങുമോ അല്ലെങ്കിൽ നോക്കണോ എന്നുള്ള കാര്യം. ബട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വളരെ ബ്രീഫ് ആയിട്ട് യു ക്യാൻ. ഈ റിപ്പോർട്ട് ഇരുന്ന് വായിക്കണം നടക്കില്ല, ഇതാരും വായിക്കുന്നതുമല്ല. ബട്ട് സ്റ്റിൽ അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ റോബോട്ടിക്സ്, ഹെൽത്ത് കെയർ, ഒരുപാട് സാധ്യതയുള്ള കോഴ്സാണ് ഇത്. 10 ആയാലും 12 ആയാലും നിങ്ങൾക്ക് ആ ദിശയിലേക്ക് തിരിയണമെങ്കിൽ ഐ എം ജസ്റ്റ് ഗിവിംഗ് യു സം ടിപ്സ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫോറൻസിക് സയൻസ്, കമ്പ്യൂട്ടർ ഗെയിം ഡിസൈൻ, പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഇതിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, സമയം കിട്ടുന്നുണ്ടെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ചില ഒരു ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് ഉണ്ടാവും. ദാറ്റ് ഓൾസോ സംതിങ് വിച്ച് വിൽ ഹെൽപ്പ് യു. സോ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നോക്കുക. ഈ റിപ്പോർട്ട്സ് എന്ന സെഷനിലാണ്. വൈറ്റ് പേപ്പേഴ്സ് വേറൊരു ലെവലിലുള്ള സംഭവമാണിത്. ബട്ട് ഈതർ വേസ് യു ക്യാൻ ട്രൈ. ഈ സൈറ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ നോക്കി പോവുക. ദാറ്റ് വിൽ ആക്ച്വലി ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ വൺ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ കോഴ്സുകളിലേക്ക് പ്രവീൺ പറഞ്ഞതിലേക്ക് വരാം. ലൈഫ് ഇൻഷുറൻസ് ആൻഡ് തിങ്സ്, അതുപോലെ അഗ്രികൾച്ചർ. ഇവിടെ കൃഷിയെ കുറിച്ച് പറഞ്ഞു. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇനോമസ് പോസിബിലിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് അഗ്രികൾച്ചർ. ഫാർമർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. യു ആർ ബിൽഡിംഗ് ദ നേഷൻ ജസ്റ്റ് ലൈക്ക് ടീച്ചേഴ്സ്. സോ ഒരുപാട് സാധ്യതകളുണ്ട്. BSc MSc 10th കഴിഞ്ഞ് എങ്ങനെ കോഴ്സുകളിലേക്ക് പോവാം, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഒരുപാട് കോഴ്സുകൾ ന്യൂ ജെൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഐ ഹോപ്പ് യു കെൻ സീ ദിസ്. ഇതും ഗവൺമെന്റ് ഓഫ് കേരളയുടെ. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങൾ നോക്കി അറിയാം. ആർട്ട്, ജേർണലിസം, ഫൈൻ ആർട്സ് ആയാലും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ലോ, ഒരുപാട് സാധ്യതകളുള്ള കോഴ്സാണ്. ലൈബ്രറി, ഇൻഫർമേഷൻ സയൻസ്, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഗോസ് ഓൺ. സൈക്കോളജി ആൾക്കാർ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ തന്നെ യു വോണ്ട് ടു ബിക്കം സൈക്കോളജിസ്റ്റ് എന്ന്. ആന്ത്രപ്പോളജി. സോ ഇത് എങ്ങനെ ഒന്ന് റെഫർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി നോർമൽ. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കാരണം ഇത് എല്ലാവരും കടന്നുപോയ ഒരു ഫേസ് ആണ്. ഇറ്റ് ഈസ് വെരി നോർമൽ ടു ബി കൺഫ്യൂസ്ഡ്, വെരി നോർമൽ ടു ബി ഡൗട്ട്ഫുൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. രണ്ടാമത്, ഈ ചോദ്യങ്ങളും ഈ ചാറ്റ് ബോക്സിൽ പ്രവീൺ വിൽ എഗ്രി, ഈ ഒരു ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് പ്രവീൺ. പല കരിയർ ഗൈഡൻസ് സെഷൻ കഴിഞ്ഞാലും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, സർ ബെസ്റ്റ് കോഴ്സ് ഫോർ ഗേൾസ്, ബെസ്റ്റ് കോഴ്സ് ഫോർ ബോയ്സ്. ബോയ്സിന് പറ്റിയ കോഴ്സ്, ഗേൾസിന് പറ്റിയ കോഴ്സ്, ഇങ്ങനെ ഒരു കോഴ്സ് ഒന്നുമില്ല. ഏതൊരു മേഖല എടുത്താലും ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇറ്റ് ഇസ് ഓൾ ദേർ. ഇപ്പൊ കോമ്പാറ്റ് ഫീൽഡിൽ വരെ ആർമി, നേവി, ഡിഫൻസ് എന്നതിൽ വരെ വിമൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് വരാൻ പോവാണ്. കോമ്പാറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഈദർ വേസ് ദേ ആർ ഓൾ ദേർ. സോ ഞാൻ പറയുന്ന കാര്യം, ഗേൾസിന് പറ്റിയ കോഴ്സ്, ബോയ്സിന് പറ്റിയ കോഴ്സ്. ബോയ്സിന് പറ്റിയത് യു ക്യാൻ സേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പൈലറ്റും ഇതും. ഗേൾസിന് പറ്റിയത് എയർ ഹോസ്റ്റസ് എന്നുള്ള ധാരണയെ തെറ്റാണ്. ഇപ്പോ വി ഓൾ സ്പീക്ക് അബൌട്ട് വിമൻ എംപവർമെന്റ്. എല്ലാ മേഖലയിലും ഇപ്പൊ വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് പറയുന്ന മാർക്കറ്റിംഗ് ആയാലും ബ്രാൻഡിംഗ് ആയാലും സെയിൽസിലായാലും വരെ 35 to 40% ഇപ്പൊ സ്ത്രീകളാണ് മാക്സിമം എല്ലാത്തിലും. സോ ദേ ക്യാൻ ഓൾ ഡു. രണ്ടാമത്തത്, എനിക്ക് ഫുൾ A+ കിട്ടി സർ, ഞാൻ ഏത് കോഴ്സ് എടുക്കണം? സുഹൃത്തെ, എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല. അതിനാണ് കരിയർ കൗൺസിലിംഗ് എന്നൊരു പ്രോസസ്. അതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം വാട്ട് ആർ യുവർ സ്കിൽസ്, വാട്ട് ആർ യുവർ ആപ്റ്റിറ്റ്യൂഡ്, നോളജ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, വാട്ട് യു ലവ്, പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്? ഇവിടെ ഒരു ചോദ്യം വരും, സാർ എനിക്ക് അറിയില്ല എന്താണ് ഞാൻ നല്ലത്, വാട്ട് യു ലവ് എന്ന്. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. ആ ഒരു ജേർണി, ഒരു യാത്രയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന സമയം വരും. ഇപ്പോഴില്ലെങ്കിലും യു ക്യാൻ ആക്ച്വലി ചേഞ്ച്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം, പക്ഷെ ഐ എം ടെല്ലിങ് യു ക്യാൻ ആക്ച്വലി ചേഞ്ച് കരിയർ ആൻഡ് ജോബ്. ഇനിയുള്ള ഒരു കാലത്ത് ഇത്രയും വോളറ്റൈൽ ആയിരിക്കുന്ന സമയമാണ്. കോവിഡ് പാൻഡമിക്കും എല്ലാം വന്നിട്ട് നിങ്ങൾക്കറിയാം 2030 ഇപ്പൊ പറയുന്നത് 35 മില്യൺ ആൾക്കാര് പുതിയൊരു മേഖലയിലേക്ക് തിരിയേണ്ടി വരും എന്നാണ് പറയുന്നത്. 2030, ഞാൻ അതിൽ കൂടുതലേക്കൊന്നും പോകുന്നില്ല. ബൈ 2030 റിപ്പോർട്ട്സ് ആർ സെയിങ് ദാറ്റ് 35 million people will have to find new careers
ജോബ് അല്ല, ഓർഗനൈസേഷൻ അല്ല, പുതിയൊരു ഓർഗനൈസേഷനിലേക്ക് പോകാമെന്നല്ല, പുത്തൻ മേഖലയിലേക്ക് തന്നെ തിരിയേണ്ടി വരും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു സമയത്ത് ഡോണ്ട് വറി ദാറ്റ് ഇപ്പൊ ചെയ്യുന്ന അതേ തന്നെ ചെയ്തുകൊണ്ടിരിക്കണോ, വലിയ ഇതൊന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് യുവർ ചോയ്സ്. നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ വേണം. ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ, അതിൽ ഞാൻ നല്ലതാണോ, ആർ യു ഗുഡ് അറ്റ് ഇറ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ട്രെയിനർ ആവാം, പക്ഷേ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബോഡി ലാംഗ്വേജ്, അങ്ങനെ ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിലേക്ക് കടക്കാതിരിക്കുന്നതാണ് പേര്, അല്ലെ? മൂന്നാമത്തത്, ഡസ് ഇറ്റ് പേ യു വെൽ? വെൽ എന്ന് ഉദ്ദേശിച്ചത് വളരെ ഹൈ എമൗണ്ട് എന്നുള്ളതല്ല, കാരണം ജീവിച്ചു പോകാൻ കിട്ടുന്ന എമൗണ്ട് ഉണ്ടോ, അതൊരു കാര്യം. നാലാമത്തത്, ഇസ് ഇറ്റ് വാട്ട് ദി വേൾഡ് നീഡ്സ്? ഇപ്പൊ ഒരു കരിയർ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നതാണോ, ദാറ്റ് ഈസ് അഗെയിൻ ഇമ്പോർട്ടന്റ്. ഫൈൻ. സോ ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഷെയറിംഗ് ദിസ്. നമുക്ക് തിരിച്ച് മീറ്റിലേക്ക് വരാം. ഓക്കെ പ്രവീൺ, ഐ വിൽ ആസ്ക് ഫോർ യുവർ ഹെൽപ്പ്. ഇനി ഒന്ന് പെട്ടെന്ന് സെഷൻ ഏതിലേക്കാണ് ഗൈഡ് ചെയ്ത് വിടണമെങ്കിൽ യു ക്യാൻ. ഓക്കെ, ഐ ഹോപ്പ് ഐ ആൻസേർഡ് ദിസ് ക്വസ്റ്റ്യൻ. 10 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് കോമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞു. +2 കഴിഞ്ഞാൽ ഒരുപാട് ബാച്ചിലേഴ്സ് കോഴ്സുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. യു ക്യാൻ ഗോ ടു BA, BSc, BCom, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, BE, BTech എല്ലാവരും പറയുന്നത്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ സ്ട്രീമിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സയൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവാൻ പറ്റും? എഞ്ചിനീയർ, ഡോക്ടർ എന്ന് പറയുമ്പോൾ MBBS മാത്രമാണോ? അല്ല, സിദ്ധ ഉണ്ട്, യുനാനി ഉണ്ട്, ആയുർവേദമുണ്ട്, അങ്ങനെ ഒരുപാട്. സ്കൈ ഈസ് ദ ലിമിറ്റ്. വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ഐ എം ടെല്ലിങ് യു, ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ അറിവ് നിങ്ങളിലേക്ക് പകരാണോ, അല്ലെങ്കിൽ എല്ലാ കോഴ്സിനെ കുറിച്ചും ഞങ്ങളെ അരച്ചു കലക്കി കുടിക്കുകയാണ്, അങ്ങനെയുള്ള ഇതൊന്നുമല്ല. നിങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ്, ആ മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ടാണ് YMA ടീനൂറും പ്രവീണും NNN ഒക്കെ ഈ ഒരു ബ്രീഫ് സെഷൻ, 1 മണിക്കൂറിന്റെ ഒരു പ്ലാറ്റ്ഫോം ഓർഗനൈസ് ചെയ്തു. ഇതിലൂടെ ലോകത്തുള്ള സകല കോഴ്സുകളുടെയും കോളേജുകളുടെയും വിവരമൊന്നും പറഞ്ഞു തരാൻ ആർക്കും പറ്റില്ല. ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിലെങ്കിലും, ഒരു കുട്ടിക്കെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ഇവിടെ ഹെൽപ്ഫുൾ ആയാൽ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. കാരണം ഇപ്പൊ ഒരു 7 മണി ആവാറായി, എന്നാലും ഐ ക്യാൻ സീ പാർട്ടിസിപ്പൻസ് ദേ. 38-40 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇനിയും ആരൊക്കെയോ വരുന്നുണ്ട്. പ്രവീൺ, സുരേഷ് ഇസ് എൻട്രിങ് എന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ, ഒരു ചെറിയൊരു അറിവ് പകർന്നു തരാനായിട്ടാണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി തിങ്സ്. +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയതും വലുതായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാവും. സോ എത്തിക്കൽ ഹാക്കർ എങ്ങനെയാവാം സാർ എന്നുള്ളത് ചെറിയ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിലേക്ക് മാറാം. ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോളജി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഇപ്പോ ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. കമ്പ്യൂട്ടർ സയൻസും ബയോളജിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം തമ്മിലുള്ള ഒരു മെർജിങ്. ഇക്കോ ടെക്നോളജി, ഞാൻ ഒന്നും കൂടെ പറയാം. ഇക്കാലത്ത് ഇക്കോളജി, എൻവയോൺമെന്റ്, സസ്റ്റൈനബിലിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ, അതായത് പ്രകൃതി സംരക്ഷണം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. സുതാര്യമായ വികസനം, സുസ്ഥിരമായ വികസനം. It should be transparent. It should help people, and that's what it is. Okay, some number, fine. Urban design and planning, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് urban design and planning. നല്ലൊരു cities ഇതാക്കുന്നത്. Dance therapy, that is another thing. Gemology and data science, ഈ കാലത്ത് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റ മൈനിങ്, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ഒക്കെ മേഖലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം, കോഡിംഗ്, എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള, എഞ്ചിനീയറിംഗ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, പല സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. കോച്ചിങ്, ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കോടികളുടെ ഇൻഡസ്ട്രി ആണെന്ന്. അതിൽ നിങ്ങൾ കണ്ടു കാണും, പേപ്പറിൽ പലരും അഡ്വർടൈസ് ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾക്കൊക്കെ എഞ്ചിനീയറിംഗ് പാസ്സായി, ഇതായി കിട്ടി, ഇത്രയും ഉണ്ട്. സോ അത് കാണുന്ന ഓരോ രക്ഷിതാവും ആ പേപ്പറിൽ ഫോട്ടോ കാണുമ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ അല്ല കാണുന്നത്. ഇപ്പൊ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അറിയാം, അവര് തങ്ങളുടെ മക്കളുടെ ഫോട്ടോ ആണ് അതിൽ കാണുന്നത്. നെക്സ്റ്റ് ടൈം മേ ബി എന്റെ കുട്ടിയും ഇതുപോലെ എഞ്ചിനീയറിംഗ് എഴുതി, അല്ലെങ്കിൽ ഇത് എഴുതി, അതുപോലെ തന്നെ ആ ഒരു നിലയിലെത്തും, അല്ലെങ്കിൽ റാങ്ക് വാങ്ങും എന്നുള്ളത്. ഓൾ അബൌട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഉള്ള ഒരു ഫീൽഡിൽ കണ്ടിട്ടുള്ളതാണ്. സോ
നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. IIT ആയാലും ശരി, IIMs ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല അതാണെങ്കിൽ അത് എഴുതാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ there are a lot of examinations which you have to crack. വളരെ ഈസി ഒന്നുമല്ല, ഒരുപാട് എന്താ പറയാ, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഡേറ്റ സയന്റിസ്റ്റ് ഭാവിയിലേക്കുള്ള നല്ലൊരു, ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഡേറ്റ അനലിസ്റ്റ് എന്നുള്ളത്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ട് പറയാറില്ലേ, ഇപ്പോ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന്. ആ ആകാശത്തുള്ള നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ നോൺ യൂണിവേഴ്സിലുള്ള സ്റ്റാർസിന്റെ 40 to 50 ടൈംസ് ആണ് ഡിജിറ്റൽ യൂണിവേഴ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ. പോസ്റ്റുകളാവാം, ഷെയറുകളാവാം, നമ്മുടെ ഡിജിറ്റൽ ഡിവൈസസിൽ നിന്ന് ഇതാവാം. സോ ഇറ്റ് ഈസ് വെരി വെരി വാസ്റ്റ്. സോ അതിനെയൊക്കെ ഒന്ന് ഡേറ്റ മൈനിങ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ അനലിറ്റിക്സ്, പല പല, ഇത് പഴയ വീഞ്ഞ് പുതിയ പുതിയ കുപ്പികളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പണ്ടൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് BSc അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല. ആൾക്കാരെ അയ്യോ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണമെന്ന് തോന്നും. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് കോഴ്സ്, ഐ എം ടെല്ലിങ് യു. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്, അതേ തന്നെ കുറച്ചൊരു ഡിഫറെന്റ് ആയി പഠിക്കുന്ന ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ കുട്ടികൾ ഇന്ന് ചെന്ന് ചാടി കൊടുക്കുകയാണ് അതിലേക്ക്. ഒരുപാട് നല്ല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. സോ നിങ്ങൾ എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് ഇമ്പോർട്ടന്റ്. പക്ഷെ അത് തന്നെയാണോ എല്ലാം? ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാം. IIT പ്രൊഡക്റ്റ്, IIM പ്രൊഡക്റ്റ്, ഹാർവേർഡോ സ്റ്റാൻഫോർഡോ എവിടെയായാലും. സോ ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് അത് തന്നെ എല്ലാം എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ MBA കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് IIM പഠിച്ചാൽ മാത്രമേ നല്ല ജോലി കിട്ടുമെന്നൊന്നുമില്ല. സോ I'll tell you, it is not about course, it is not about institution even, it is not about any such complex things. എല്ലാം നിങ്ങളുടെ കഴിവാണ്. ബേസിക്കലി ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് നോളജ്. മലയാളത്തിൽ പറഞ്ഞാൽ അറിയാവുന്ന പണി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കരിയറിലൂടെ തുടങ്ങി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി സാർ ഇതെല്ലാം എനിക്ക് വേണ്ടത്, മാറണം എന്നുണ്ടെങ്കിൽ again I'm telling, മാറാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഒരുപാട് പേര്, ഇനി എത്രയോ എന്റെ സുഹൃത്തുക്കൾ UPSC സിവിൽ സർവീസ്, ഇവിടെ ആരോ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. UPSC മെയിൻസ്, പ്രിലിംസ് എന്നുള്ളത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിലിംസ് CSAT കിട്ടിയ ഒരുപാട് പേര് ആവുന്നില്ല, ക്ലിയർ ആവുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റാൻഫോർഡ്, ഹാർവേർഡ്, കേംബ്രിഡ്ജ് ഇതിലേക്കുള്ള റിജക്ഷൻ റേഷ്യോനെക്കാട്ടും കൂടുതലാണ് അല്ലെങ്കിൽ ടഫാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ്. ഐ എം നോട്ട് സ്കെയറിംഗ് യു, ഐ എം ജസ്റ്റ് ടെല്ലിംഗ്. സോ ഈ കോഴ്സ് മാത്രമല്ല, 1.5 വർഷം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഏതും 1.5 വർഷം ഉണ്ട്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഹാർഡ് വർക്ക് ആസ് യു ഡു, റൈറ്റ് ഫോക്കസ്, റൈറ്റ് ഡയറക്ഷൻ. വെറുതെ ഹാർഡ് വർക്ക് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഒരുപാട് പേര് കോച്ചിങ്ങിന് പോകും. സോ 10 കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കാം എന്താണ് എന്നുള്ളത്. ഞാൻ ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്. പക്ഷെ ആ തീരുമാനം വരാൻ, ഐ എം ടെല്ലിംഗ് യു, ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. സമയമെടുക്കും. പലപ്പോഴും ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ കണ്ടിട്ടാവില്ല പോകുന്നത്. ഇപ്പൊ ഞാനും പ്രവീണും ബാക്കി നിങ്ങൾ ആരൊക്കെ എടുത്താലും അവരൊക്കെ പറയാൻ എളുപ്പമാണ്. ബട്ട് അത്ര ഈസി അല്ല കാര്യങ്ങൾ. എനിക്കിപ്പോ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ അവിടെ എത്തിക്കഴിയും, ഐ ഹാവ് ടു ട്രാവൽ. ആ ഒരു ജേർണി ഉണ്ട്, അത് കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ. ഇതിപ്പോ നാളെ എനിക്ക് സക്സസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇതാണ്. വിച്ച് ആർ ദ ഫേമസ് കരിയർ കൗൺസിലിംഗ് സെന്റേഴ്സ് അറൌണ്ട് us. ഓക്കെ, ദയ, താങ്ക് യു. പാലക്കാട് തന്നെ ഒരുപാടുണ്ട് ദയ. ഞാൻ ആ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഇന്നത്തെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ 10th and 12th. ഒരുപാട് മിത്തുകൾ ഉണ്ട്. ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഡീമിസ്റ്റിഫൈ ദോസ് മിത്സ്. ആൻഡ് ഐ ടോൾഡ് യു, ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യത്തിനോടും നിങ്ങൾ അഗ്രി ചെയ്യണമെന്നൊന്നുമില്ല. ദിസ് ഇസ് ജസ്റ്റ് നിങ്ങൾക്ക് മുമ്പേ ഈ ഒരു വഴിയിൽ നടന്നുപോയവരാണ് എല്ലാം. സോ അതിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സെക്കൻഡ്, കോഴ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരുപാട് കേട്ടിട്ടില്ലാത്ത വളരെയധികം കോഴ്സുകളുണ്ട്. ഇതിൽ ഈ ഒരു ചോദ്യം ദയ ചോദിച്ച നല്ല ചോദ്യമാണ്. ഏതാണ് പറയാനുള്ള? മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരു എന്താ പറയാ, മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ് യു കാൻ ഫ്ലൈ, ബേസിക്കലി if you can't fly, then you should run. If you can't run, then you should walk. If you can't walk, you should crawl. The most important thing is to keep moving forward. പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാനും കൂടെ കഴിയുന്നില്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുക എന്നാണ് ക്രോൾ പറയുന്നത്. ഐ മീൻ, ക്രോളിംഗ് മേ ബി an exaggeration, but I'm telling you, നിങ്ങൾ ഒരു കരിയർ തുടങ്ങുമ്പോൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് എന്നുള്ള പലർക്കും കിട്ടിയെന്ന് വരില്ല. കിട്ടിയാൽ വളരെ നല്ലത്. You are the lucky ones. You had a flying start.
ഇപ്പൊ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ, യൂണിക്കോൺസ്, ബാംഗ്ലൂർ, പ്രവീൺ നേരത്തെ പറഞ്ഞു. സോ ബാംഗ്ലൂർ ഒരുപാട് യൂണിക്കോൺസ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. ബൈജൂസ് ആയാലും സൊമാറ്റോ, ഇതെല്ലാം ചെറിയ ചെറിയ ഏജിൽ തുടങ്ങിയതാണ് ആൾക്കാർ. സോ ദേ ഗോട്ട് എ വെരി ഫ്ലൈയിങ് സ്റ്റാർ. സോ കരിയർ വൈസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പറക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്, ഓടാൻ സാധിക്കുമെങ്കിൽ ഓടുക. നടക്കുകയാണെങ്കിലും വളരെ കമ്മിറ്റ്മെന്റോടുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ നടക്കുക. ഡെഫിനറ്റ്ലി ടൈം ഇസ് വിത്ത് യു. യു ആർ ഓൾ വെരി വെരി യങ്. ഇപ്പൊ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, മാർക്ക് കുറവുള്ള കുട്ടി ടെൻഷൻ അടിക്കുന്നു. ടോപ്പറിന് നിങ്ങളെക്കാട്ടും വലിയ ടെൻഷനാണ്. നിങ്ങൾക്ക് പാസ് ആവുമോ, കോഴ്സിന് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ എന്ന ടെൻഷൻ മാത്രമേ ഉള്ളൂ. ടോപ്പറിന് അതിനെക്കാട്ടും വലിയ ടെൻഷനാണ്. MS ഞാൻ US പോണോ, കാനഡ പോണോ, IELTS, TOEFL, GMAT. സോ എവ്രി വൺ ഇസ് വെരി. സോ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ എന്റെ കൊച്ചു അനുജന്മാരോടും അനുജത്തിമാരോടും പറയാനുള്ളത്. ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ്, ബേസിക്കലി ഒരു അധ്യാപകനായതുകൊണ്ട് ഇത് പറയുകയാണ്. ഇപ്പോഴത്തെ കരിയർ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്താണെന്ന് ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യുക. സോ ചോദ്യം ഉത്തരവ് ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബട്ട് ബേസിക്കലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ അതൊരു എഫേർട്ട് എടുക്കുക തന്നെ വേണം. നിങ്ങൾക്ക് പാരന്റ്സിനോട് അത് റിക്വസ്റ്റ് ചെയ്യാം. കരിയർ സെന്റേഴ്സ് ഞാൻ ചോദിച്ച പോലെ, ഓക്കെ, സ്നേഹാസ് ക്വസ്റ്റ്യൻ, ഓക്കെ, വിൽ കം ടു ദാറ്റ്. സെന്റേഴ്സ് ഉണ്ട്, കരിയർ കൗൺസിലേഴ്സിന്റെ ഹെൽപ്പ്. ഞാൻ പറഞ്ഞു, കേരള സർക്കാർ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് നിങ്ങൾ നോക്കുക. ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മിസ്റ്റർ പ്രകാശ് ആൻഡ് പ്രവീൺ സർ, മിസ്റ്റർ പ്രവീൺ, മൈ ഡിയർ ഫ്രണ്ട്, ആൻഡ് എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ. ഐ എം ഓപ്പണിംഗ് ദി ചാറ്റ് ബോക്സ് ആൻഡ് വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഒരു ഡ്രീം കരിയർ ഒക്കെ ഉണ്ടോ? ഇല്ല. എനി കരിയർ വിച്ച് വിൽ ടേക്ക് യു ടു യുവർ ഡ്രീം, ദാറ്റ് ഇസ് യുവർ ഡ്രീം കരിയർ. ട്രെൻഡ് നോക്കി, ഇത് നോക്കി നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്. അപ്പൊ ഒരു ചോദ്യം വരും, സാർ എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. എന്നാൽ അറിയില്ല, എനിക്കറിയില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പറയാൻ പറ്റുന്നത്. എന്നാൽ മാത്രമേ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ദെൻ യു വിൽ ട്രൈ ടു നോ. അതല്ല ഇമ്പോർട്ടന്റ്. അല്ലാതെ ഇപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കി ഒരാളും 10ാം ക്ലാസ്സിൽ നിന്ന് 11ലേക്ക് 12ലേക്ക് പോയിട്ടുമില്ല, എല്ലാം മനസ്സിലാക്കി ഡിഗ്രി എടുത്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ജസ്റ്റ് നിങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തള്ളു മാത്രമാണ്. ബട്ട് എനിവേസ്, ടു ബി വെരി ഫ്രാങ്ക്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഭാവി എന്താണെന്നോ, നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് വാട്ട് ലൈഫ് ഹാസ് ഇൻ സ്റ്റോർ ഫോർ യു, അതൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇവിടെ ജോയിൻ ചെയ്ത ഓരോ കുട്ടിക്കും ആ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇതിന് വളരെ വളരെ ചെറിയൊരു ഗെസ്റ്റർ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നു എന്നോ, എല്ലാ കോഴ്സുകളെ കവർ ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഇരിക്കില്ല. ഡീമിസ്റ്റിഫൈങ് മിത്ത് പറഞ്ഞതുപോലെ. ബട്ട് ദിസ് വാസ് ആൻ അറ്റംപ്റ്റ്, ദിസ് വാസ് ആൻ എഫേർട്ട്. അതാണ് YMA ചെയ്തത്. ആ ഒരു കൈൻഡ് ഗെസ്റ്ററിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സോ താങ്ക് യു YMA തേനൂർ, ആൻഡ് താങ്ക് യു പ്രവീൺ, ആൻഡ് ഇവിടെ വന്ന ഓരോരുത്തർക്കും നന്ദി. And wish you all very best, and God bless you. Take care of yourself, take care of others, and you all. Thank you, sir. Thank you very much. എനിക്ക് ഈ സെഷനിലൂടെ എനിക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്, മെയിനായിട്ട് പ്രധാനമായിട്ടും. കാരണം വളരെ വിശന്നിരിക്കുന്ന ഒരു കടലിന്റെ അടുത്തൊരു വീടുണ്ട്. അവിടെ ഒരാളിങ്ങനെ വിശന്നിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര പട്ടിണിയാണ്. അപ്പോ പെട്ടെന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയാണ്. തൊട്ടടുത്തൊരു കടലായതുകൊണ്ട് ഈ പോകുന്ന വ്യക്തിക്ക് മീൻ പിടിക്കാനും ഒക്കെ അറിയാം. അപ്പോ കുറച്ച് മീൻ പിടിച്ച് ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിശപ്പ് മാറും. അപ്പൊ പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു ചിന്തയാണ് നമ്മുടെ പട്ടിണി കിടക്കുന്ന അദ്ദേഹത്തിന് തോന്നിയത്. ഇയാൾ കുറച്ച് മീൻ പിടിച്ചു തരും, അപ്പൊ എനിക്ക് കുറച്ച് ഭക്ഷണം കിട്ടും, എന്റെ വിശപ്പ് മാറും, ഞാൻ ഹാപ്പിയാവും. പക്ഷെ ഈ പോയ വ്യക്തി മീൻ പിടിച്ചു കൊടുത്തില്ല, മറിച്ച് ചൂണ്ട കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മീൻ പിടിക്കാനൊന്നും അറിയില്ല. പെട്ടെന്ന് ഒരു കമ്പ് പൊട്ടിച്ച് ചൂണ്ട ഉണ്ടാക്കി, എന്നിട്ട് മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം അയാൾക്കൊരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വേണ്ടത് മീനാണ്, എനിക്ക് ഇത് പഠിക്കാനല്ല താല്പര്യം. പക്ഷെ കുറച്ച് സമയം സംസാരിച്ച് മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം അങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്നിരുന്ന് തനിക്ക് ആവോളം വേണ്ട മീനൊക്കെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചു. കുടുംബമൊക്കെ എല്ലാവരും കൂടെ ആ മീനെ പാചകം ചെയ്ത് കഴിച്ചു, ഹാപ്പിയായി. അടുത്ത ദിവസവും ഇദ്ദേഹത്തെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ അടുത്ത ദിവസം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മീൻ പിടിക്കാനുള്ള വഴി സ്വായത്തമാക്കിയ അദ്ദേഹത്തിന് ഒരു ജീവിത മാർഗമാണ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് പ്രൊഫസർ ശ്രീരഞ്ജൻ സർ നമ്മളോട് സംസാരിച്ചത്. അതായത് നമുക്ക് വേണ്ട വഴികൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോരോ കോഴ്സ്, ഇന്ന കോഴ്സുകൾ
എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്തരത്തിലുള്ള ഒരു ഇതിലോട്ട് പോവാതെ എവിടെയൊക്കെ എന്തൊക്കെ നമുക്ക് കിട്ടും, അപ്പൊ നമ്മുടെ ഒരു എഫേർട്ടും നമ്മുടെ ഒരു റിസർച്ചും കൊണ്ട് ആ കോഴ്സുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് അത്തരത്തിലുള്ള സൈറ്റുകളും അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ സാറ് ഞാനുമായിട്ടോ പ്രകാശൻ സാറുമായിട്ടോ പങ്കുവെക്കുന്നതായിരിക്കും. പങ്കെടുത്ത ഓരോരുത്തർക്കും ആ ഡീറ്റെയിൽസ് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വെബ്സൈറ്റ്സ് എല്ലാവരും നോട്ട് ചെയ്യുക. 10ാം ക്ലാസ് കഴിഞ്ഞ ഓരോ കുട്ടിക്കും ഇപ്പോ hscap.kerala.gov.in ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ സകലമാന കോഴ്സും ഈ കേരള സംസ്ഥാനത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സും കിട്ടും. ഏതൊക്കെ ഡിസ്ട്രിക്റ്റില് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾ എല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിലുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ്, BHSCAP എന്നുള്ള .kerala.gov.in. സോ ഞാനും അത് അയച്ചു തരാം. സോ അതിലും ഇപ്പൊ നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിട്ടുള്ള എല്ലാ കോഴ്സും കിട്ടും. സോ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എനിക്ക് തോന്നുന്നു വളരെ ക്ലാരിറ്റി ഡെഫിനറ്റ്ലി കിട്ടും. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ +2 കഴിഞ്ഞവർക്കാണെങ്കിലും ഇപ്പൊ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ കാരണം ഇന്ന കരിയർ എന്ന് ചൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ടേസ്റ്റും നമ്മുടെ പേഴ്സണാലിറ്റിയും അങ്ങനെ കുറെ ഘടകങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്റെ കോഴ്സ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ എവിടെ കിട്ടും ഏത് കോഴ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ഗൈഡൻസ് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞാനും വിശ്വസിക്കുന്നു. സോ പങ്കെടുത്ത ഓരോരുത്തർക്കും YMA ലൈബ്രറി തേനൂരിന്റെ പേരിൽ ഒരു വലിയൊരു നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീരഞ്ജൻ സർ ഇത്രയും സമയം, കാരണം അദ്ദേഹത്തിന്റെ കോളേജ് കഴിഞ്ഞ് വീടെത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരു നല്ലൊരു ക്ലാസ് നല്ലൊരു ഇൻസൈറ്റ് നമുക്ക് തന്നു. വീണ്ടും ഞാൻ യങ് മെൻസ് അസോസിയേഷന്റെ പേരിൽ ഒരു നന്ദി, വിനീതമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ.